ആന വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പുറകിലിരുന്ന ചേട്ടനമാന ക്രിസ്റ്റോയിനെ ഇറക്കി ഓടിച്ചു വിട്ടു. എന്നിട്ട് ഇവൻ വളച്ചെടുത്ത് വണ്ടി തിരിച്ച് പോരാൻ വേണ്ടി തിരിക്കുമ്പോഴത്തേക്കും ആന തൊട്ടടുത്ത് വന്ന് തുമ്പിക്കൈയും കൊണ്ടൊന്ന് തട്ടി. അപ്പോഴത്തേക്കും ഒരു ലോറി കടന്നു വന്നു. ആ ലോറി വന്നപ്പോൾ അത് ഓണടിച്ച് കേട്ടപ്പോഴത്തേക്കും ആന തിരിഞ്ഞു. ആ തിരിഞ്ഞ സമയം കൊണ്ടാവും വീണ്ടും ലോറിൻ്റെ അടുത്തേക്ക് ഓടി. നമസ്കാരം, ഞാനിന്നുള്ളത് വയനാടാണ്. വയനാട് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. വയനാട്ടിൽ നമുക്കറിയാം മനുഷ്യ വന്യജീവി സംഘർഷമൊക്കെ വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. പക്ഷേ ഞാനിന്ന് ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യമല്ല ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. പക്ഷേ മാനും ആനിമലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ വയനാട്ടിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ മലബാറിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ മൈസൂർ പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാതയാണ് മാനന്തവാടി ബാവലി മൈസൂർ റോഡ്. ഈ റോഡിൽ കൂടെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം വനത്തിലൂടെ ഉള്ള വഴിയാണ്. കേരളത്തിൻ്റെ വനമുണ്ട്, അതുപോലെ തന്നെ കർണാടകയുടെ വനമുണ്ട്. നാഗർഹോള വനത്തിൻ്റെ ആ ഒരു ഭാഗത്തോടെയാണ് ഈ ഒരു കാട് കടന്നു പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നിരവധി വന്യമൃഗങ്ങളൊക്കെ വിഹരിച്ച് നടക്കുന്ന ഒരു കാട് തന്നെയാണ് ബാവലി കാടുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലെ പോയവർക്കൊക്കെ അറിയാം ഇഷ്ടംപോലെ ആനിമൽസിനെയൊക്കെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മാത്രമല്ല ആ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക ഭാഗത്തുള്ള റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നമ്മൾ ഇതിനു മുന്നേയും പല എപ്പിസോഡുകളിലും നമ്മൾ ആ ഒരു റോഡ് കാണിച്ചിട്ടുണ്ട്. വളരെ മോശം റോഡാണ്, വളരെ വീതി കുറഞ്ഞ റോഡാണ്. അതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് തന്നെ വളരെ ദുസ്സഹമായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം വൈറലായി സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരു കാട്ടാന ബൈക്ക് യാത്രികരെ കുത്താനായിട്ട് ഓടിക്കുന്ന ഒരു രംഗവും അതിനുശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ലോറിയിൽ ചെന്ന് ചാടി കയറുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. ലോറിക്കാരുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആ ബൈക്കുകാർ രക്ഷപ്പെട്ടത്. അപ്പോൾ ആന അവരെ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ ലോറിക്കാർ ഓണടിച്ച് അവരെ രക്ഷിക്കുകയായിരുന്നു. അവർ പിന്നെ ലോറിയിൽ കയറിയൊക്കെയാണ് രക്ഷപ്പെട്ടതൊക്കെ ചെയ്തത്. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് മാനന്തവാടിയിലാണ്. ആ ഒരു ബൈക്ക് യാത്രികരുടെ വീടിൻ്റെ അടുത്താണ് ഞാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ വീട്ടുകാരോട് തന്നെ ചോദിക്കാം. ആ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾ അവർ 2 കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവർ ഏതായാലും ഈ സ്ഥലത്തില്ലെന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവരോട് നമ്മൾ നേരിട്ട് ഫോണിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ആ വീട്ടിലുള്ള ആളുകളോട് നമുക്കിതിനെക്കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ക്ലീറ്റസ്. ആ ഒരു ബൈക്ക് യാത്രികരായിട്ടുള്ള അത് എൻ്റെ മകനാണ് ഡെൽവിൻ. പിന്നെ ചേട്ടൻ്റെ മകനുണ്ടായിരുന്നു ക്രിസ്റ്റോ. അവര് എങ്ങോട്ട് പോയതാണ് ശരിക്കും? അവര് മൈസൂറാണ് പഠിക്കുന്നത്. മൈസൂർക്ക് പോയതാണ്. അപ്പോൾ ശനിയാഴ്ച ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ഒരു ദിവസം അവധിയും കഴിഞ്ഞ് തിങ്കളാഴ്ച മൈസൂർക്ക് പോയത്. തിങ്കളാഴ്ച രാവിലെ മൈസൂർക്ക് പോയതല്ലേ? ഇത് ഉദ്ദേശം എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത്? ഒരു 8:30 ആയിട്ടുണ്ടാവുന്ന. 8:30 അല്ലേ? അപ്പോൾ അവരെന്താ പറഞ്ഞത്, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് അവർ പറഞ്ഞേ? ഇവിടെ നിന്ന് പോയി ആനവളർത്തൽ കേന്ദ്രം എല്ലാം കഴിഞ്ഞ് കുറേ കൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ റോട്ടിലൊരു ആന നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിൽക്കുന്നുണ്ടപ്പോൾ അവർ കുറേ ദൂരെ തന്നെ വണ്ടിയോടെ ബൈക്കായതുകൊണ്ട് അവർ മാറ്റി നിർത്തി. അങ്ങനെ വണ്ടി വരുവാണെങ്കിൽ വണ്ടീൻ്റെ പുറകെ പോകാൻ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആന തിരിഞ്ഞ് ഫോറസ്റ്റിലേക്ക് തിരിയുകയും ചെയ്തു. അപ്പോൾ കടന്നു പോകാതിരിക്കും വിചാരിച്ചുകൊണ്ട് അവർ വണ്ടി 2 പേരും കയറി അങ്ങ് മുന്നോട്ടേക്ക് പോയതാണ്. മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് ആന വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പുറകിലിരുന്ന ചേട്ടനമാന ക്രിസ്റ്റോയിനെ ഇറക്കി ഓടിച്ചു വിട്ടു. എന്നിട്ട് ഇവൻ വളച്ചെടുത്ത് വണ്ടി തിരിച്ച് പോരാൻ വേണ്ടി തിരിക്കുമ്പോഴത്തേക്കും ആന തൊട്ടടുത്ത് വന്ന് തുമ്പിക്കൈയും കൊണ്ടൊന്ന് തട്ടി. ബൈക്കിനിട്ട് തട്ടി കഴിഞ്ഞപ്പോൾ ഇവരുടെ ബൈക്കും ഇവനും കൂടി വീണു. പിന്നെ ഈ ക്രിസ്റ്റോയുടെ അടുത്തേക്ക് ഈ ആന ക്രിസ്റ്റോ കുറേ കൂടി ദൂരെ എത്തിയായിരുന്നു. ഈ വീട് കഴിഞ്ഞപ്പോഴത്തേക്കും ക്രിസ്റ്റോവിൻ്റെ അടുത്തേക്ക് ആന ചെന്നു. അപ്പോൾ അവൻ ആനയുടെ ഇപ്പുറത്തും ക്രിസ്റ്റോ അപ്പുറത്തുമായി. 2 പേരും 2 ദിശയിലായി. അപ്പോൾ അവനെ എന്ത് ചെയ്യണമെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയും കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഒരു ലോറി കടന്നു വന്നു. ആ ലോറി വന്നപ്പോൾ അത് ഓണടിച്ച് കേട്ടപ്പോഴത്തേക്കും ആന തിരിഞ്ഞു. ആ തിരിഞ്ഞ സമയം കൊണ്ടാവും വീണ്ടും ലോറീൻ്റെ അടുത്തേക്ക് ഓടി.
അങ്ങനെ ലോറി കയറ്റി അവരെ പിന്നെ ബൈക്കിൻ്റെ അടുത്ത് ലോറി നിർത്തി. എന്നിട്ട് അവരുടെ ബൈക്ക് നോക്കിയപ്പോൾ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ ക്രിസ്റ്റോ പിന്നെ ബൈക്ക് അങ്ങോട്ടേക്ക് എടുത്തു. ലോറി ഒപ്പം തന്നെ പോയി. അവിടെ ആ വലിയ അടഞ്ഞ കാട്ടിലുള്ളടത്ത് നിന്ന് ഒഴിവായിട്ട് കുറച്ച് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് എത്തി കഴിഞ്ഞപ്പോൾ ഡെൽവിനും കൂടി ബൈക്കിൽ കയറി മൈസൂർക്ക് കോളേജിലേക്ക് പോയി. ഈ ലോറിയും മൈസൂർക്ക് പോകുന്ന ലോറിയാണ്? മൈസൂർ ഇവിടെ ഹാൻഡ് പോസ്റ്റിൽ അവിടെ ഇഞ്ചി കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവറെയും വരെയൊന്നും പരിചയമില്ല. പക്ഷേ പിന്നീട് അറിഞ്ഞപ്പോൾ ഈ എച്ചോത്തുള്ളൊരു ലോറിയാണ്, ഒരു ഇഞ്ചി കച്ചവടക്കാരൻ്റെ ലോറിയാണ്. നമ്മൾ അറിയുന്നൊരു ആളുടെ തന്നെ വണ്ടിയാണ്. ഈ സംഭവം അവിടുത്തെ കർണാടക ഫോറസ്റ്റിനെ എല്ലാം അറിയിക്കുകയെല്ലാം ചെയ്തായിരുന്നു? അതിനെക്കുറിച്ച് ഇല്ല, കർണാടക ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇവർ പിന്നെ ആ ലോറിയിൽ അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തല്ലോ. പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ ഇതിങ്ങനെ വാർത്തയായി. അവിടെ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. ഇതിന് മുന്നേ ഇങ്ങനെ കാട്ടിക്കൂടെ പോകുമ്പോൾ ഇങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇവർക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇവര് ഇപ്പോൾ ക്രിസ്റ്റോ 1 വർഷമായി, ഒന്നല്ല ഇത് 2ാം വർഷമാണ്. അപ്പോൾ അവനിങ്ങനെ വരുമ്പോൾ ബൈക്കിനാണ് വരുന്നതും പോകുന്നതും. ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ മോളും അവിടെയാണ് പഠിച്ചത്. അപ്പോൾ മോളുടെ അടുത്തും ഞാനൊക്കെ ഇടയ്ക്കുന്ന പോകുന്നതാണ്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ആനനെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ആനയല്ലേ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ പലരും ഇപ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നത് അവിടെ ഇഞ്ചിയൊക്കെ കാണാൻ വേണ്ടി പോകുന്നവർ പറയുന്നത് സ്ഥിരമായിട്ട് അവിടെ റോഡ് സൈഡിൽ ഉണ്ടാകുന്ന ആനയാണ്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ആനയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നം പോയവരെന്തെങ്കിലും പ്രകോപിപ്പിച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഇവർക്ക് ആ ബുദ്ധിമുട്ട് വന്നത്. ബൈക്കിൽ പോകുന്നവർക്കായിരിക്കും എപ്പോഴും ബുദ്ധിമുട്ട് വരും. അതെ. വേറെ ആൾക്കാർക്ക് പരിക്കൊന്നുമില്ലല്ലോ? ഇല്ല, ചെറിയ മുട്ടിലെ തൊലിയൊക്കെ പോയി. എന്നാലും ഇന്നലെ കോളേജിൽ ക്ലാസ്സിൽ പോയില്ല. പക്ഷെ എന്നാലും ആന അടുത്ത് വരുമ്പോൾ ഈ ഡെൽവിൻ ഈ ബൈക്കിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ ബൈക്കിൽ ഇരുന്ന് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും വന്ന് ചെറുതായി ഈ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ വീശി തട്ടി. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യം, വലിയ ഭാഗ്യം ഉണ്ടെങ്കിൽ ശരിക്കും ആ ലോറി ഡ്രൈവർ ഒരു ദേവദൂതനെ പോലെ തന്നെയാണ് കടന്നു വന്നത്. അത് വെറുതെ ആണെങ്കിലും ഒന്ന് തട്ടിയാൽ മതി. അതെ തുമ്പിക്കൈ ആയതുകൊണ്ട്. പിന്നെ ക്രിസ്റ്റോ കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഈ ബൈക്ക് മറിഞ്ഞ് വീണപ്പോൾ പിന്നെ ആന ഇവിടേക്ക് ശ്രദ്ധിക്കാണ്ട് നിൽക്കുന്ന ക്രിസ്റ്റോയുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴത്തേക്ക് ലോറി മുന്നോട്ടേക്ക് വരുന്നതുകൊണ്ട് ആന ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറി. അതുകൊണ്ടാണ് അങ്ങനെ. ഇനി നമ്മൾ ആ ഒരു ദൃശ്യങ്ങൾ നമുക്കൊന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് വരാം. കുറേ സമയത്തിന് ശേഷം നമുക്ക് റോഡ് ക്ലിയർ ആക്കി തന്നേക്കുവാണ്. ആന കൊമ്പില്ലല്ലേ? ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അന്ന് അവിടെ സംഭവിച്ചത്. അതായത് ഇന്നലെ രാവിലെ 8:30 ആയപ്പോൾ നടന്നൊരു സംഭവമാണ്. ഇവർ രണ്ടുപേരും ബൈക്കിൽ മൈസൂർക്ക് പോകുമ്പോഴാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ആന അവരുടെ നേരെ ഓടി വരികയും ഒരാൾ ബൈക്ക് തിരിക്കാൻ നോക്കിയപ്പോൾ മറ്റേ ആൾ ഓടി ഇച്ചിരി അങ്ങ് നീങ്ങി. പക്ഷേ അപ്പോഴത്തേക്കും ആന ആളുടെ അടുത്തെത്തുകയും ബൈക്കിനായിട്ട് തട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ക്ലോസപ്പിൽ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആന തട്ടി ബൈക്ക് ആദ്യം കിടക്കുന്ന പൊസിഷനിലല്ല രണ്ടാമത് കിടക്കുന്നത്. അപ്പം ആന തുമ്പിക്കായിട്ട് തട്ടിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഭാഗ്യം കൊണ്ട് അവർക്കൊന്നും പറ്റിയില്ല. വളരെ സേഫായിട്ട് തന്നെയുണ്ട്. ബൈക്കിന് ചെറിയ പരിക്കുകളും കാലിൻ്റെ ചെറിയ രീതിയിലുള്ള തൊലികളും കാര്യങ്ങളൊക്കെ പോയിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും വേറെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് വന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ ഈ വനപാതയിലൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് ബൈക്ക് യാത്രികർ ഒട്ടും സേഫല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ പോകുന്നവരാണെങ്കിൽ തന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് നമ്മൾ ബൈക്കിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ഹെവി വെഹിക്കിൾസ് ഏതെങ്കിലും ഒന്നെങ്കിൽ ഒരു ലോറിയോ, ഇനിയിപ്പോൾ ഇനി അഥവാ ആനേനെയൊക്കെ കാണുകയാണെങ്കിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ലോറിയോ ബസ്സിൻ്റെയൊക്കെ പുറകെയോ മുമ്പിലൊക്കെ ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം ഒന്നാമത് ഈ കാട്ടിൽ നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ രണ്ടുപേരായിട്ടൊക്കെ ഇങ്ങനെ ബൈക്ക് മാത്രമായിട്ടൊക്കെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ സമയത്തൊന്നും സഹായിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കർണാടകയും കൂടിയാണ്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ പോലെയൊന്നും അല്ല. കർണാടകയിൽ ഒരു ഫോറസ്റ്റ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഒക്കെ ഈ പറയുന്ന പോലെ ആളുകളുടെ കാര്യത്തിലൊന്നും വലിയ സഹകരണമൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ളവരാകും കൂടി ചെയ്ത് കഴിഞ്ഞാൽ.
അപ്പോൾ പരമാവധി ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ കാര്യം സേഫാക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമാണ്. പരമാവധി വലിയ വണ്ടികളുടെയൊക്കെ കൂടെയോ അതിൻ്റെ പുറകിലൊക്കെ ആയിട്ട് പോവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒത്തിരി കുട്ടികളൊക്കെ ഈ വയനാട്, കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ മൈസൂരും ബാംഗ്ലൂരും ഒക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. ഏതായാലും ഭാഗ്യം കൊണ്ട് അവർക്ക് ഒന്നും പറ്റിയില്ല. അപ്പോൾ ഏതായാലും ഇനിയും പോകുന്ന ആളുകളാണേലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് ഏതായാലും ആ ഡെൽവിൻ്റെ അടുത്തൊന്ന് നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം. ഡെൽവിൻ പറയുന്ന കാര്യങ്ങളോടെ ഒന്ന് കേൾക്കാം. ഞാനും എൻ്റെ അനിയനും ക്രിസ്റ്റോയും ആയിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. എൻ്റെ കസിൻ ബ്രദർ എന്ന് പറയുമ്പോൾ പപ്പേൻ്റെ ചേട്ടൻ്റെ മോൻ, അവനിവിടെ മൈസൂർ പഠിക്കുവാണ്. അപ്പം ഞങ്ങൾ രാവിലെ പോരുമ്പോൾ ആന ഒരു കുറച്ച് ദൂരെയായിട്ട് റോഡിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, റോഡ് ക്രോസ് ചെയ്ത് ആനയും കണ്ടെന്ന് തോന്നുന്നത്. റോഡിൽ നിന്ന് മാറി അപ്പുറത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതുവഴി ഇങ്ങ് പോകുന്ന കുറച്ച് ദൂരെയായിട്ട് ഞങ്ങൾ നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ട് പോരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ആന പെട്ടെന്ന് ഇങ്ങോട്ട് റോഡിലേക്ക് തിരിയുന്നുണ്ട്. അപ്പം ഞാൻ വല്ല കാലും കൊണ്ട് വണ്ടി വല്ല ബാക്കോട്ട് ഇങ്ങനെ തള്ളിയപ്പോൾ അനിയൻ പറഞ്ഞു നമുക്ക് തിരിക്കാൻ നോക്കുമ്പോൾ ഈ പറയുന്ന ഫ്രണ്ടിൽ ഞാൻ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു. അന്നേരം ഞാൻ തിരിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ആന ഇങ്ങ് ചീറി ഇങ്ങ് അടുത്തു. അപ്പം അനിയൻ പറഞ്ഞു ചിരിച്ചിട്ടുണ്ടെങ്കിൽ കുത്തി മറിക്കുന്നുള്ള ഉറപ്പാണ്, വിലങ്ങനെ കുത്തുമല്ലോ. അപ്പം ഞാൻ നേരെ ഇപ്പുറം സൈഡിലേക്ക് എടുത്തപ്പോഴത്തേക്കും ആന ഇങ്ങ് അടുത്തെത്തി. അപ്പോൾ ഫ്രണ്ടിനിട്ടൊരു തട്ട് കിട്ടി, ആന അടുത്ത് ചീറി വന്നിട്ട്. അപ്പോഴത്തേക്കും ഞാൻ അടിച്ചെട്ടി നിലത്തേക്ക് വീണു. അനിയൻ്റെ അടുത്ത് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറഞ്ഞു. അവനിറങ്ങി ഓടുമ്പോൾ അവനായിരുന്നു വീഡിയോ എടുത്തത്. എന്നുവെച്ച് അപ്പോഴത്തേക്ക് ബാക്കിൽ ദൂരെ നിന്ന് വരുമായിരുന്നു ലോറിക്കാരൻ. അപ്പം അയാൾ വന്ന് പെട്ടെന്ന് ഹോണൊക്കെ അടിച്ച് ഇങ്ങ് കയറി വന്ന് ഹോൺ അടിച്ച് അവിടെ വണ്ടി അവിടുത്തെ ഇച്ചിരി ദൂരത്തിന് അയാൾ നിർത്തിയത്, ദൂരേന്ന് വന്നവിടെ ഇച്ചിരി ദൂരെ അയാൾ നിർത്തിയത്. പുള്ളീൻ്റെ പേര് അജ്മൽ എന്നാണ്. പുള്ളി കമ്പളക്കാട് ആ ഭാഗത്ത് എവിടെ ഉള്ളതാണ്. മറ്റേ ഹാൻഡ് പോസ്റ്റിലേക്ക് ലോഡ് എടുക്കാൻ പോകുന്ന വണ്ടിയായിരുന്നു, ഇഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം പുള്ളി പെട്ടെന്ന് ഹോൺ അടിച്ച് അവിടെ നിർത്തി. അപ്പം ഞാൻ അവിടെ നിന്ന് പിന്നെ വണ്ടിയിൽ നിന്ന് എണീച്ച് ഇങ്ങോട്ടേക്ക് പോന്നു. എന്നിട്ട് അപ്പോൾ എന്നെ അടുത്ത് മറ്റേ ലോറി കയറാൻ പറഞ്ഞു. പുള്ളി ഡ്രൈവർ ലോറി കയറി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനിയൻ ഞാൻ വാതിൽ തുറന്ന് ലോറി കയറി. അപ്പോൾ ഞാനും അനിയനും കയറാൻ ഞാൻ പുള്ളിയും ഞാനും കൂടെ പറഞ്ഞു, ക്രിസ്റ്റോൻ്റെ അടുത്ത് അനിയൻ്റെ അടുത്ത് പറഞ്ഞു ആ ബൈക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ പുള്ളി ആനയ്ക്കും ബൈക്കിനും നടുക്കായിട്ട് കൊണ്ടുവന്ന് ലോറി നിർത്തി തന്നു. അപ്പോഴത്തേക്കും അനിയൻ പോയി ബൈക്ക് എടുത്ത് ഞങ്ങളെ കുറച്ചങ്ങ് പോകുന്നു. പറയുമ്പോൾ മെയിൻ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ കടക്കുന്നേ, ഓപ്പോസിറ്റ് കടക്കുന്നതിൻ്റെ അവിടെ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. അതിന് കുറച്ചും കൂടി ഇപ്പുറത്തായിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഫോറസ്റ്റ് കഴിഞ്ഞ് വെള്ളമൊക്കെ കഴിഞ്ഞ് കുറേ അങ്ങ് പോകുന്ന അപ്പുറത്തേക്ക് കയറുന്നൊരു വഴിയുണ്ടല്ലോ, ഈ അടച്ചിട്ട വഴി, അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപായിട്ട്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അടച്ചിട്ട വഴി കുറച്ചുകൂടെ കഴിഞ്ഞാൽ പ്ലെയിൻ റോഡായപ്പോൾ പുള്ളി ഞങ്ങളെ അവിടെ നിന്ന് ഇനി എന്താ ചെയ്യേണ്ട ഹാൻഡ് പോസ്റ്റിലേക്ക് പുള്ളി വരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എനിക്കപ്പോൾ മുട്ട് നിലത്ത് ഇടിച്ചിട്ട് മുട്ടിൽ കുറച്ച് തൊലിയൊക്കെ പോയി. പിന്നെ മുട്ടുവേദന ഉണ്ടാകും കാലുകുത്തി വീണതിൻ്റെ, അല്ലാണ്ട് വേറെ പരിക്കുകളൊന്നുമില്ല. വണ്ടിക്ക് പറഞ്ഞാൽ പരിക്കൊന്നുമില്ല. ആനയും പെട്ടെന്ന് ഈ ഹോണടി കേട്ടപ്പോൾ അവിടെ സ്റ്റക്കായി. അപ്പം വന്ന വരവിലായി തട്ടിയതില്ല ഞാൻ മറിഞ്ഞ് വീണത്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഡെൽവിൻ പറയുന്ന കാര്യങ്ങളും കേട്ടു. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനും പറയാനൊക്കെ ഉള്ളത്. എല്ലാവരും കാട്ടിലൂടെ യാത്ര ചെയ്യുന്നവർ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പ്രിക്കോഷൻസൊക്കെ എടുത്ത് മാത്രം യാത്ര ചെയ്യുക, പ്രത്യേകിച്ച് 2 വീലേഴ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. വണ്ടിക്ക് നോക്ക് കേറി